കൊല്ലം സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ നിർണായക വഴിത്തിരിവ്. ഷാർജയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കി. കേസിൽ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും. കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായ സതീഷിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൊലപാതകത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് കണ്ട കോടതി കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കി. എഫ്ഐആറിൽ ചേർത്ത കൊലപാതക വകുപ്പുകളും നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ പ്രോസിക്യൂഷൻ ചുമത്താത്തതിൽ കോടതി നിരാശ പ്രകടിപ്പിച്ചു. അതിലൂടെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തിയാണ് സതീഷിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നത്. കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതോടെയാണ് സതീഷ് ഷാർജയിൽ നിന്ന് നാട്ടിലെത്തിയത്. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനായി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത്. ജൂലൈ 19-നാണ് തേവലക്കര സ്വദേശി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ അതുല്യയെ ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ വീഡിയോകളും പുറത്തുവന്നിരുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായ സതീഷിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിയുടെ മൊബൈൽ ഫോൺ വിവരങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര.